ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റ് കവറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു കവർ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാൾ ഡെക്കറാണ് നമ്മൾ ഇത് വെച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിതിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് ഇതിൽ റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ കുറേ റൗണ്ട് പീസുകൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ഓരോന്നും ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. നമുക്കിതുകൊണ്ട് ഫ്ലവറാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഇതളുകളാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇതുപോലെ കുറേ പൂക്കൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന കവറിൻ്റെ ഒരു പീസ് നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇലകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വേസ്റ്റ് കവർ കൊണ്ട് തന്നെയാണ് നമ്മൾ പൂക്കളും ഇലകളും ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമ്മളത് മടക്കി കൊടുത്ത് ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കുറേ ഇലകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇലകളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറിയൊരു കാർഡ്ബോർഡ് പീസാണ്. ഇതിൽ നമ്മൾ റെഡ് കളർ പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് മുൻപ് ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്തതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഒരു പീസാണ്. ഇതിൽ നിന്നും ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പേന ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ചു കൊടുത്തതിലൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കൾ എടുത്തിട്ടുണ്ട്. ഓരോ പൂക്കളും നമ്മൾ പേന ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇലകൾ കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വേസ്റ്റ് കവർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ ഇലകളും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഓരോ ഫ്ലവറിൻ്റെയും നടുക്കായിട്ട് ഈ മാലയുടെ മുത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് വലിയ മുത്തുകളാണ്, ചെറിയ മുത്തുകളാണ് ഒന്നും കൂടെ നല്ലത്. വീണ്ടും നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതുപോലെ നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പൊക്കെ ഒട്ടിച്ച് ചുമരിലൊക്കെ വെക്കാം. വളരെ സിമ്പിളായി വേസ്റ്റ് കവർ വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.